ഞങ്ങൾ ആരും അത്തരത്തിലുള്ള പരാതിയെ പറഞ്ഞിട്ടില്ലല്ലോ. ഞാൻ ഒരു സ്ഥാനാർത്ഥി എന്നുള്ള നിലയിൽ തെരഞ്ഞെടുപ്പ് ഫലം വന്ന ഉടനെ തന്നെ പറഞ്ഞല്ലോ, ഞങ്ങളുടെ അടിസ്ഥാന വോട്ടിൽ യാതൊരു കുറവും വന്നിട്ടില്ല. ഞങ്ങളുടെ ബൂത്ത് തലം മുതൽ സംസ്ഥാന തലം വരെയുള്ള മുഴുവൻ പ്രവർത്തകരും വളരെ അഹോരാത്രം ആത്മാർത്ഥതയോടെ ഇത് പ്രവർത്തിച്ചിട്ടുണ്ട്. ഞങ്ങൾക്ക് കിട്ടേണ്ട നിഷ്പക്ഷ വോട്ടുകൾ ഞങ്ങൾക്ക് ലഭിച്ചില്ല. അത് എന്തുകൊണ്ടാണെന്നുള്ളത് അതിനെ സംബന്ധിച്ച് ഞങ്ങൾ പഠിക്കും, ഞങ്ങൾ പരിഹാരം കാണും. ശോഭാ സുരേന്ദ്രനൊപ്പം തന്നെ അവിടുത്തെ പാലക്കാട് വനിതാ ചെയർപേഴ്സണൊന്നും വർക്കിന് ഇറങ്ങിയില്ലെന്ന് പറയുന്നുള്ളതാണ്. ശ്രീമതി ശോഭാ സുരേന്ദ്രൻ അവര് എല്ലാ ദിവസവും കാലത്ത് മുതൽ രാത്രി വരെ അവരുടെ അമ്മയ്ക്ക് അസുഖമായിട്ട് പോലും കൃത്യമായിട്ട് അവിടെ പ്രചരണത്തിനെത്തിയിരുന്നു. എൻ്റെ കൂടെ ട്രാക്ടർ റാലിക്ക് നിങ്ങളെല്ലാം കണ്ടിട്ടുണ്ടാവും. 22 കിലോമീറ്ററോളം ട്രാക്ടർ റാലിയിൽ എന്നോടൊപ്പം ഉണ്ടായിരുന്നു. അങ്ങനെ പൂർണ്ണ സമയം അവിടെ പ്രവർത്തിക്കാനായിട്ട് അവരുണ്ടായിരുന്നു. നഗരസഭാ ചെയർപേഴ്സൺ അവർക്ക് പ്രത്യേകമായിട്ട് പാർട്ടി ഏൽപ്പിച്ച ചുമതലകളുണ്ടായിരുന്നു. ഫ്ളാറ്റുകളുടെ സമ്പർക്കം, അതുപോലെ റെസിഡൻഷ്യൽ കോളനികളുടെ സമ്പർക്കം, കീ വോട്ടർ സമ്പർക്കം. സ്ഥാനാർത്ഥി നഗരപ്രദേശത്ത് പര്യടനം നടത്തുന്ന സമയത്ത് സ്ഥാനാർത്ഥിയുടെ കൂടെ ഇതിലെല്ലാം അവർ സജീവമായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത്തരത്തിലുള്ള ആരോപണങ്ങളെല്ലാം, പാർട്ടിക്ക് അത്തരത്തിലുള്ള യാതൊരു വിധത്തിലുള്ള പരാതികളും ഇല്ല, സ്ഥാനാർത്ഥി എന്നുള്ള നിലയ്ക്ക് എനിക്കുമില്ല. ഇതെല്ലാം മാധ്യമ സൃഷ്ടികളാണ്. ഞങ്ങൾ അവിടെ ഒരൊറ്റക്കെട്ടായിട്ടാണ് തെരഞ്ഞെടുപ്പിനെ നേരിട്ടത്. ഞങ്ങൾക്കുണ്ടായിട്ടുള്ള കുറവ് ഞങ്ങൾ ഒറ്റക്കെട്ടായി പരിഹരിക്കും. ആരാ പറഞ്ഞ വോട്ട് കുറവ്? ഞാൻ ചോദിക്കട്ടെ, 2016 ഞങ്ങളുടെ വോട്ട് എത്രയാണ്? 76.7% വോട്ട് പോൾ ചെയ്യപ്പെട്ട സമയത്ത് ഞങ്ങൾക്ക് കിട്ടിയത് 40,000 വോട്ട്. ഒരു ഉപതെരഞ്ഞെടുപ്പിൽ ഈ ശ്രീധരൻ സാർക്ക് കിട്ടിയ വോട്ട് മുഴുവൻ BJPയുടെ വോട്ടാണോ? ഞാൻ തിരിച്ചു ചോദിക്കട്ടെ. MP രാജേഷിന് ഒറ്റ കാര്യം 44,000 വോട്ട് 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പാലക്കാട് നിയമസഭാ മണ്ഡലത്തിൽ MP രാജേഷിന് കിട്ടി. 2006 KK ദിവാകരൻ CPMന്റെ MLA ആയിരുന്നു. 42,400 വോട്ട് കിട്ടിയിട്ടാണ് അദ്ദേഹം വിജയിച്ചത്. CPMന് ഇപ്പോൾ കിട്ടിയ വോട്ട് എത്രയാ? 37,000. നിങ്ങൾ CPM വലിയ മുന്നേറ്റം നടത്തി വരും. CPMന്റെ 7,000 വോട്ട് എവിടെ പോയി? അത് ചർച്ച ചെയ്യുന്നില്ല. ഷാഫി പറമ്പിലിന് 2016 കിട്ടിയ വോട്ടാണ് 58,000. ആ വോട്ട് തന്നെയാണ് UDFന് ഇപ്പോൾ കിട്ടിയിരിക്കുന്നത്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന്റെ വോട്ടിൽ ഒരു വിഭാഗം വോട്ട് ഞങ്ങൾക്ക്, നിഷ്പക്ഷമായിട്ടുള്ള വോട്ടുകൾ ഞങ്ങൾക്ക് ലഭിച്ചു. അതാണ് ഞങ്ങൾക്ക് 50,000 വോട്ടെത്താൻ കഴിഞ്ഞത്. ശ്രീധരൻ സാറെ പോലെയുള്ള ഒരു ലോകം മുഴുവൻ ആരാധിക്കുന്ന ഒരാൾ മത്സരിക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ട് വ്യക്തിപരമായിട്ട് വോട്ടുകൾ ധാരാളം അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട്. അത് ഞങ്ങൾക്ക് പൂർണ്ണമായിട്ടുള്ള ബോധ്യമുണ്ട്. ഞങ്ങളുടെ അടിസ്ഥാന വോട്ട് 40,000 വോട്ടാണ്. വളരെ ശക്തമായിട്ടുള്ള ത്രികോണ മത്സരം ഒരു ഉപതെരഞ്ഞെടുപ്പിൽ നടക്കുന്ന സമയത്ത് ഇത്തരത്തിലുള്ള അഡീഷണൽ ആയിട്ട് വോട്ട് കിട്ടാൻ ഞങ്ങൾക്ക് സാധിച്ചില്ല. അതെന്താണെന്ന് ഞങ്ങൾ കണ്ടെത്തും.